മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അധ്വാനങ്ങളിൽ ഇന്ന് കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ടായിരിക്കട്ടെ. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം അവിടുന്ന് വിജയം നൽകട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 60 മുതൽ 63 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ ഈശോനാഥൻ വചനം കൊടുക്കുമ്പോൾ അത് കേൾക്കുന്നവർ ചോദിക്കുന്നുണ്ട്, ഈ വചനം എത്ര കഠിനമാണ്, ഇത് ആർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനങ്ങൾ കഠിനമാണ്. അത് പാറയെ തകർക്കുന്ന വചനമാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനം സ്വീകരിക്കാൻ അത്ര എളുപ്പമല്ല. ഈ വചനം സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുന്നവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വചനം നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ്. നിന്റെ ജീവിതത്തെ വെല്ലുവിളിക്കുന്നതാണ് കർത്താവിന്റെ വചനം. ഇന്നുവരെ നീ ജീവിച്ച സാഹചര്യങ്ങളെ മാറ്റാനായിട്ട് നിനക്ക് സാധിക്കുമോ എന്നുള്ളതാണ് വചനം എന്നോട് ചോദിക്കുന്നത്. നിന്റെ വഴികളിലൂടെ നടക്കാനല്ല ദൈവത്തിന്റെ വചനം എന്നോട് പറയുന്നത്, ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കാൻ. ഇന്നുവരെ നീ ജീവിച്ച നിന്റെ ജീവിത വഴികളെ മാറിക്കൊണ്ട് ക്രിസ്തുവിന്റെ വഴിയിലൂടെ നടക്കാനായിട്ട് നിനക്ക് സാധിക്കുമോ? ഇത് വെല്ലുവിളിയാണ്. പ്രിയപ്പെട്ടവർ, ഇത് കഠിനമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ കഠിനമായ ചോദ്യം ജീവിതത്തിൽ ഏറ്റെടുത്ത് ക്രിസ്തുവിന്റെ വചനം പാലിച്ച് ജീവിക്കാനായിട്ട് നീ തയ്യാറായാൽ ക്രിസ്തുവിന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും നിനക്ക് ലഭിക്കും. നമുക്കറിയാം, ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്കെന്തെങ്കിലുമൊക്കെ ആരിൽ നിന്നും കിട്ടണമെങ്കിൽ അവൻ പറയുന്നത് അനുസരിച്ചെങ്കിലേ അത് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇതുപോലെ ക്രിസ്തുവിൽ നിന്ന് നിനക്ക് അനുഗ്രഹം വേണോ? ക്രിസ്തുവിന്റെ കൃപ നിനക്ക് സ്വന്തമാക്കണമോ? ക്രിസ്തുവിന്റെ വഴികളിലൂടെ നടക്കാനായിട്ട് നിനക്ക് സാധിക്കണം. അതെത്ര കഠിനമാണെങ്കിലും, ജീവിക്കാൻ എത്ര ബുദ്ധിമുട്ടുള്ള അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിലും ആ വചനം നിറവേറ്റാനായിട്ട് നീ തയ്യാറായെങ്കിൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂവെന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ തിരിച്ചറിഞ്ഞുകൊള്ളുക. വചനം ജീവിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? കഠിനമാണെന്ന് പറഞ്ഞ് വചനത്തെ ഉപേക്ഷിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? പരിശോധിച്ച് നോക്കുക. ദൈവത്തിന്റെ വചനം ജീവിക്കുവാനായിട്ട് സാധിക്കട്ടെ. ആ വചനത്തിന്റെ വഴിയിലൂടെ മാത്രമേ അനുഗ്രഹത്തിന്റെ കൃപകൾ നിന്റെ ജീവിതത്തിലേക്ക് ഒഴുകുകയുള്ളൂ. നിന്റെ പ്രാർത്ഥനകൾ ഈ വചനത്തിന്റെ വഴിയിലൂടെ മാത്രമേ ദൈവസന്നിധിയിലേക്ക് എത്തുകയുള്ളൂ എന്ന് തിരിച്ചറിയുക. നിന്റെ അധ്വാനങ്ങള്, നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളും വചനത്തിന്റെ വഴിയിലൂടെ മാത്രമേ കർത്താവിന്റെ കണ്ണുകളിലേക്ക് എത്തുകയുള്ളൂ. കരങ്ങളെ യാചനയോടെ പിടിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തെ കർത്താവിന് കൊടുക്കാം, ആഗ്രഹങ്ങളെ കർത്താവിന് കൊടുക്കാം. അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ദിവസത്തെ സകല കാര്യങ്ങൾ സമർപ്പിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരെ സഹായിക്കണമേ, സംരക്ഷിക്കണമേ, പരിപാലിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, ഇന്നത്തെ ഇവരുടെ അധ്വാനങ്ങളിൽ നിന്ന്, ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന്, പോകുന്ന വഴികളിൽ നിന്ന് സർവ്വരോഗങ്ങളും വ്യാധികളും തകർച്ചകളും നൊമ്പരങ്ങളും അസ്വസ്ഥതകളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും ശാപങ്ങളും ദുരിതങ്ങളും ആപത്തുകളും അപകടങ്ങളും പ്രലോഭനങ്ങളും നിർവീര്യമായി തീരട്ടെ. എല്ലാ പരാജയങ്ങളും ഇവരിൽ നിന്നും നിർവീര്യമായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഇവരെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.